പ്രത്യക്ഷമായി ചരിത്രപരമായ ഒരു സംഭവം പറഞ്ഞ് ദൂതിലേക്ക് സ്തോത്രം ഞാൻ മടങ്ങട്ടെ. കാരണം എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്. അവൻ്റെ കാലിൽ കിടക്കുന്ന ഷൂസിനെ പോളിഷ് ചെയ്യാൻ എനിക്ക് കമാൻ ഹല്ലേലൂയ. ആ നല്ല പിതാവിനായി കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് എന്ന് പറവാൻ മലയാളികൾ അതെ ശ്രമിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി പസിഫിസി ചെറിയാനായ ദൈവത്തെ സ്തുതിച്ചാണ്. കേട്ടില്ല? ഒരിക്കൽ കൂടെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനെ കുറിച്ചുള്ള ദൈവിക കരുതൽ എന്ന് പറയുന്നത് വലുതാണ്. അത് നിന്റെ കുടുംബമോ മാതാപിതാക്കളോ സുഹൃത്തുക്കളോ മറ്റ് ഏതെങ്കിലും പ്രിയപ്പെട്ടവരെക്കാൾ നിന്റെ തലയിലെ രോമങ്ങളെ എണ്ണി അറിഞ്ഞിരിക്കുന്ന സർവശക്തനായ ദൈവം നിന്നെ കണ്ടിരിക്കുന്ന ദൈവിക കരുതൽ വലുതാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്തോത്രം അത് വേട്ടപ്പട്ടിയെ പോലെ യൂറോപ്പിൽ യഹൂദൻ വേട്ടയാടപ്പെടുകയായിരുന്നു. ലോകത്തിന്റെ അറ്റം വരെയും അവർ ചിതറപ്പെട്ടു. നമുക്ക് നന്നായിട്ട് അറിയാം. സ്തോത്രം അന്നാളുകളിൽ വേട്ടപ്പട്ടിക്ക് സമാനമായി ഫ്രാൻസില്, സ്തോത്രം ഇറ്റലിയില്, പ്രത്യേകിച്ച് സ്പെയിനിൽ അവർ വേട്ടയാടപ്പെടുകയായിരുന്നു. 80% അന്ന് യഹൂദന്മാർ തിങ്ങിപ്പാർത്തിരുന്നത് സ്പെയിനിലായിരുന്നു. ഒരു കത്തോലിക്ക രാജാവുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ആ കാത്തലിക് രാജാവ് ഇപ്രകാരം പറഞ്ഞു, അതെ, ഒന്നുകിൽ നിങ്ങൾ കത്തോലിക്ക സഭയിലേക്ക് യഹൂദന്മാരെ കടന്നു വരണം, അല്ലെങ്കിൽ നിങ്ങൾ സ്പെയിനിൽ നിന്ന് പുറത്തു പോകണം. ഒന്നുകിൽ നിങ്ങൾ കത്തോലിക്ക സഭയിലേക്ക് കടന്നു വരണം, ഇല്ലെങ്കിൽ നിങ്ങൾ സ്പെയിൻ രാജ്യത്തിൽ നിന്ന് പുറത്തു പോകണം എന്ന് പറഞ്ഞപ്പോൾ അതേ സ്തോത്രം ആ 10,000-കണക്കിന് മേ ബി ലക്ഷക്കണക്കിന് യഹൂദന്മാർ ദൈവത്തെ നോക്കി നിലവിളിക്കാൻ തുടങ്ങി. അല്ലയോ കർത്താവേ, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണ്, ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ ജനമാണ്. ഇതാ ഞങ്ങളെ വേട്ടപ്പട്ടിക്ക് സമാനമായി ഈ രാജ്യത്തിൽ നിന്ന് ഓടിക്കുന്നു. നൂറ്റാണ്ടുകളായി ഞങ്ങളിതാ പീഡ അനുഭവിക്കുകയാണ്. പണ്ട് ഫറവോന്റെ കാലത്ത് തുടങ്ങിയ പരിപാടിയാണ് ഈ പീഡ. ഞങ്ങൾക്ക് ഒളിക്കുവാൻ ഒരു ഇടം തരണമേ, ഞങ്ങൾക്ക് ഒളിക്കുവാൻ ഒരു ഇടം തരണമേ. യൂറോപ്പിൽ ഞങ്ങളുടെ ദശലക്ഷക്കണക്കിന് ജനം കഴിഞ്ഞ നൂറ്റാണ്ടുകൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. സ്തോത്രം, ഞങ്ങൾക്ക് ഒളിക്കുവാൻ ഒരു ഇടം തരണമേ. ഗൂഗിൾ പോയി സെർച്ച് ചെയ്തേ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഒരു മാർച്ച് മാസം 31-ാം തീയതിയാണ് സ്പെയിൻ രാജാവ് ഈ ഡിക്ലറേഷൻ തൻ്റെ രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിലും സ്തോത്രം അതെ അറിയിച്ചത്. എന്നാൽ സ്തോത്രം മാർച്ച് മാസത്തിൽ ഈ പ്രഖ്യാപനം നടന്നു. ഏപ്രിൽ, മെയ്, ജൂൺ, അതെ 3 മാസം യഹൂദൻ ഈ ഒറ്റ വിഷയത്തിന് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് ഒളിക്കുവാൻ ഒരു ഇടം തരണമേ. 3 മാസം കഴിഞ്ഞപ്പോൾ മെയ് ഫ്ലവർ എന്ന് പേരുള്ളതായ ഒരു കപ്പലിൽ അതെ സ്തോത്രം ഒരു കപ്പൽ ഈ യാത്ര പുറപ്പെട്ടു. ആ യാത്ര പുറപ്പെട്ടതായ കപ്പലിൽ ക്രിസ്റ്റഫർ കൊളംബസ് എന്ന മനുഷ്യന്റെ നേതൃത്വത്തിലാണ് അവർ പുറപ്പെട്ടത്. അവർ പുറപ്പെട്ടത് ഇന്ത്യയിലേക്ക് വരേണ്ടതിനാണ്. പക്ഷെ ഓൺ ദ വേ അവരുടെ ദിശ മാറിപ്പോയി. അവരുടെ ദിശ മാറിയിട്ട് അവസാനം അവർ ചെന്നെത്തിയത് അതെ അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ്. രണ്ടറ്റവും ചേർത്ത് ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് ഒളിക്കുവാൻ ഒരു ഇടം തരണമെന്ന് യഹൂദൻ സർവശക്തനായ ദൈവത്തിന് മുൻപിൽ നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവർക്ക് കൊടുത്തത് ഒരു പഞ്ചായത്തല്ല, ഒരു ജില്ലയല്ല, ഒരു സംസ്ഥാനമല്ല, ഒരു ഭൂഖണ്ഡത്തെ കൊടുത്തെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവപൈതലിന് വേണ്ടി മറച്ചിട്ടിരിക്കുന്ന ഏതോ നന്മകളുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ കരുതലുണ്ട്. എന്തുകൊണ്ടാണ് യഹൂദൻ എന്നും സ്തോത്രം അമേരിക്കൻ സൊസൈറ്റിയെ കൺട്രോൾ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഏതോ സ്തോത്രം മറ്റേ പാർട്ടിക്ക് വേണ്ടി അല്ല ദൈവം അത് സൃഷ്ടിച്ചത്. ദൈവത്തിനറിയാം, എൻ്റെ ജനം എൻ്റെ സന്നിധിയിൽ നിലവിളിക്കുമ്പോൾ അവനെ മറക്കേണ്ട ഇടത്ത് എനിക്ക് മറയ്ക്കുവാനുണ്ട്, അവനെ മാനിക്കേണ്ട ഇടത്ത് എനിക്ക് മാനിക്കുവാനുണ്ട്. ഇന്ന് രാത്രി എനിക്കുള്ളതായ എനക്കുള്ളതായ പ്രവചന ദൂതാണ് ഞാൻ പറഞ്ഞത്. മറക്കേണ്ട ഇടങ്ങളിൽ ദൈവം നിന്നെ മറയ്ക്കുകയും മാനിക്കേണ്ട ഇടങ്ങളിൽ ദൈവം നിന്നെ മാനിക്കുകയും ചെയ്യും. കമാൺ 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 ശബ്ദം ഉയർത്തി. ആരെയോ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, പണം തന്നല്ല, പദവി തന്നല്ല, അഭിഷേകം തന്ന് ഞാൻ നിന്നെ മാനിക്കുവാൻ വേണ്ടി പോകുകയാണ്. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി. അഭിഷേകം തന്ന് ഞാൻ നിന്നെ മാനിക്കുവാൻ വേണ്ടി പോകുകയാണ്. നിന്നെ തുറച്ചു നോക്കുന്ന കണ്ണുകളുണ്ടായിരിക്കും. നീ തീർന്നില്ലേടാ എന്ന് ചോദിക്കുന്ന അത് വ്യക്തിത്വങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ഈ രാത്രി കർത്താവ് പറയുന്നു, ലോകവും നരകവും തീർന്നു എന്ന് പറയുമ്പോൾ പുതിയൊരു തുടക്കമാക്കി നിന്നെ തീർക്കുന്നവനായ കർത്താവ് പുതിയൊരു തുടക്കത്തിന് വേണ്ടി ഈ ദിവസങ്ങളിൽ നിങ്ങൾ വിളിച്ചിരിക്കുന്നു. ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നീ ഒരു തിരഞ്ഞെടുപ്പിന് അടയാളമാണ്. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാടെ.
ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് അതേ മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ മിനിമം 3 മില്യൺ പീപ്പിൾ, 30 ലക്ഷം ജനമാണ് സ്തോത്രം അതേ പുറപ്പെട്ടു വന്നത്. കിഴക്കോട്ട് 3 ഗോത്രം, പടിഞ്ഞാറോട്ട് 3 ഗോത്രം, വടക്കോട്ട് 3 ഗോത്രം, തെക്കോട്ട് 3 ഗോത്രം. എന്തോ മനസ്സിലായി? ക്രൂശിന്റെ അടയാളത്തിലാണ് അവർ പാളയമിറങ്ങിയത്. ഒരിക്കൽ കൂടെ, സെൻട്രൽ ടാബർനാക്കിൾ, മധ്യത്തിൽ അതേ തിരുനിവാസം. കിഴക്ക് 3 ഗോത്രം, പടിഞ്ഞാറ് 3 ഗോത്രം, വടക്ക് 3 ഗോത്രം, അതേ തെക്ക് 3 ഗോത്രം. അർത്ഥം സ്തോത്രം ക്രൂശിന്റെ ആകൃതികൾ പാളയമിറങ്ങിയത് കൊണ്ടാണ് പിശാചിന്റെ നാവായി ഇരുന്നതായ അതേ ബിലിയാം വായി തുറക്കുമ്പോൾ അവന്റെ നാവിൽ തിന്മ കൊടുക്കാതെ ദൈവം നന്മ കൊടുത്ത് അനുഗ്രഹം പറഞ്ഞത്. ഇന്ന് രാത്രിയിലും യേശുവിന്റെ രക്തത്താഴ്ചയും ക്രൂശ് എനിക്ക് തണലെന്ന് പറയുന്ന ദൈവപൈതൽമേൽ ശാപം നിലനിൽക്കത്തില്ല. ഹല്ലേലൂയ. നിന്റെ ശാപത്തെ അനുഗ്രഹമാക്കുന്നവനാണ് കർത്താവ്. അവർ വാഗ്ദത്തത്തിലേക്ക് അവർ കടന്നു പോകുന്നു. 3 മില്യൺ പീപ്പിൾ, 30 ലക്ഷം വരുന്നതായ ജനം. പക്ഷേ ആ 30 ലക്ഷം വരുന്ന ജനത്തിൽ ഒരു ഗോത്രം സ്പെഷ്യൽ ആയിരുന്നു. അവർ മാത്രമാണ് സ്തോത്രം സമാഗമന കൂടാരത്തിൽ നിന്നത്. അവർ മാത്രമാണ് ശുശ്രൂഷിച്ചത്. അതേ, ആ ഗോത്രത്തിന്റെ തലവൻ, പ്രധാന പുരോഹിതൻ, അവനാണ് പ്രാകാരം കടന്ന് വിശുദ്ധ സ്ഥലം കടന്ന് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടിൽ ഒരു ദിവസം കടന്നു പോയത്. ആ ആണ്ടിൽ ഒരു ദിവസം കടന്നു പോകുമ്പോൾ ആ ദിവസത്തിന്റെ പേരാണ് യോം കിപ്പോർ അഥവാ മഹാ പാപ പരിഹാര ദിനം. സ്തോത്രം. യോം കിപ്പോർ, ഡേ ഓഫ് അറ്റോണിമെന്റ്. അതേ, വീണുപോയ മനുഷ്യനും മഹാനായ മഹത്വത്തിന്റെ ദൈവം തമ്മിൽ ഒന്നായി ചേരുന്നതായ ദിനമാണ് അറ്റോണിമെന്റ്, മഹാപാപ പരിഹാര ദിനം. പക്ഷേ എന്റെ ചോദ്യം ഇതാണ്, അതേ സീനിയോറിറ്റി അനുസരിച്ചാണെങ്കിൽ സ്തോത്രം അതേ രൂപേനായിരുന്നല്ലോ ആദ്യം തെരഞ്ഞെടുക്കേണ്ടത്. അതേ സീനിയോറിറ്റി നോക്കുവാൻ എൻ്റെ ദൈവം സീനിയോറിറ്റി അല്ല നോക്കുന്നത്. ഇന്ന് രാത്രിയിലും അവൻ ഹൃദയങ്ങളെയാണ് നോക്കുന്നത്. കമാൺ, ഹൃദയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രതികരിച്ച്. ഇന്ന് രാത്രി ഞാനാണ് സീനിയർ. നോ, നടക്കത്തില്ല മക്കളെ. പബ്ലിക് സർവീസ് കമ്മീഷനിലല്ല, PSCയിലല്ല വന്നിരിക്കുന്നത്. അഗ്നിജ്വാലക്കൊത്ത കണ്ണോട് കൂടിയവനായ ദൈവത്തിന്റെ സന്നിധിയിലാണ് അതേ നീ വന്നിരിക്കുന്നത്. നിന്റെ സീനിയോറിറ്റിയും തലക്കനവും മാറ്റിവെച്ചിട്ട് താഴ്മയുള്ളവരെ കൃപ കൊടുക്കുന്ന ദൈവത്തിന്റെ സന്നിധി ഏൽപ്പിക്കുന്നുവെങ്കിൽ, വലിയൊരു പദ്ധതിക്ക് വേണ്ടി ദൈവം ഈ രാജ്യത്തിൽ ലോകരാജ്യങ്ങളിൽ നിന്നെ തിരഞ്ഞെടുക്കുകയാണ്. തിരുവചനം പറയുന്നു, രൂബേനെയല്ല തിരഞ്ഞെടുത്തത്, ശിമിയോനെയല്ല തിരഞ്ഞെടുത്തത്, ഇടയ്ക്ക് നിന്ന് ലേവിയെ തിരഞ്ഞെടുത്ത് സമാഗമന കൂടാരത്തിൽ നിർത്തി. ഇടയ്ക്ക് നിന്ന് ഒരിക്കലും ആരും പ്രതീക്ഷിക്കാതെ ലേവിയെ തിരഞ്ഞെടുത്ത് നിർത്തി. ദൂത് നിന്നെ ദൈവം സർപ്രൈസ് ആക്കാൻ വേണ്ടി പോവുക. ആരും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത തരത്തിൽ പകർച്ച നൽകി, അഭിഷേകം നൽകി ദൈവം നിന്നെ നിർത്തുവാൻ വേണ്ടി പോകുകയാണ്. നിന്റെ കുടുംബക്കാർ, നിന്റെ സ്നേഹിതർ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. ആരും മിണ്ടുന്നില്ലല്ലോ. കമാൺ, ഇതിനകത്ത് ചില മിഷണറിമാർ ഇരിപ്പുണ്ട്, ഇതിനകത്ത് ചില അപ്പോസ്തലന്മാരുണ്ട്, ഇതിനകത്ത് ചില പ്രവാചകന്മാരുണ്ട്, ഇതിനകത്ത് ഈ കാലഘട്ടത്തിന്റെ ചില സുവിശേഷകന്മാരുണ്ട്. ജീവനുള്ളവരെല്ലാവരും കരങ്ങൾ അടിച്ച് ആമേൻ പറഞ്ഞേ. കരങ്ങളെ അടിച്ച് ഇടയ്ക്ക് നിന്ന് ആരും പ്രതീക്ഷിക്കാത്തതായ ഒരു സെലക്ഷൻ, ഒരു തെരഞ്ഞെടുപ്പ് ലേവ്യന്റെ മേൽ വന്നു. അവൻ മാത്രമാണ് സമാഗമന കൂടാരത്തിൽ നിൽക്കുന്നത്. അവൻ മാത്രമാണ് മഹത്വത്തോട് അടുത്ത് നിൽക്കുന്നത്. സ്തോത്രം. അവനെ കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഹേ ലേവ്യനെ, നീ എന്തുകൊണ്ടാണ് സ്തോത്രം സമാഗമന കൂടാരത്തിൽ ഈ മഹത്വത്തിൽ നിൽക്കുന്നത്? ആരെങ്കിലും കൃപയിൽ നിൽക്കുന്നെങ്കിൽ, ആരുടെയെങ്കിലും സഭ വളരുന്നെങ്കിൽ, ഏതെങ്കിലും മിഷണറി, ഏതെങ്കിലും മിനിസ്ട്രി എക്സ്പാൻഡ് ആകുന്നെങ്കിൽ, ഏതെങ്കിലും ശുശ്രൂഷകൻ കൃപയോടെ മുന്നോട്ട് പോകുന്നെങ്കിൽ മനസ്സിലാക്കണം, അവന്റെ പിൻപിൽ അവൻ വില കൊടുത്തത് കൊണ്ടാണ് അവൻ മുന്നിൽ മഹത്വം ചുമക്കുന്നത്.